അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് ചേമ്പ് കൃഷിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നമ്മളെ ചേമ്പ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പേ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ചേമ്പ് നന്നായി വളർന്നിങ്ങനെ ചെടികളൊക്കെ നല്ല തഴച്ച് വളർന്ന വീഡിയോസ് നമ്മളിതിന് മുമ്പ് തന്നെ നമ്മളെ ചാനലിലോ റീൽസിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ചേമ്പ് നമ്മൾ പറിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഇലകളൊക്കെ ഇപ്പോഴും നന്നായിട്ട് പച്ചയായിട്ട് തന്നെ, പച്ച ഇലകളും പച്ച തണ്ടുകളുമായിട്ടൊക്കെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. സാധാരണ അത് പറിക്കാനാവുമ്പോഴേക്ക് അത് ഉണങ്ങി വാടി വീടിൻ്റെ ശേഷമാണ് പറിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ചേമ്പ് പറിക്കാൻ ചെറിയൊരു പ്രയാസം നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. തൂമ്പ കൊണ്ടാണ് നമ്മൾ ചേമ്പ് പറിക്കുന്നത്. സാധാരണ നമുക്കൊരു ആ 3 പല്ലുള്ള ഒരു മാന്തി പോലുള്ള ടൂൾസ് സെറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം. അവിടെ മണ്ണ് കുറച്ച് തിക്നെസ് ആയിപ്പോയി, അത് കിളച്ചെടുക്കുമ്പോൾ തന്നെ നല്ല പ്രയാസം. മണ്ണ് ചേമ്പിൻ്റെ വിത്തായിട്ട് നല്ല ഒട്ടിപ്പിടിച്ചിട്ടാണ്. അതേപോലെ തന്നെ ചില മുരടുകളിലൊക്കെ നമുക്ക് കിഴങ്ങ് കുറവാണ്. ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് കർഷകരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ചേറ്റുമണ്ണായതുകൊണ്ട് ഈ ചേറ്റുമണ്ണിന് പശ കുറച്ച് കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു 2 അടി പൊക്കത്തിൽ ഏരിയിട്ടിട്ട് മണ്ണ് ലൂസാക്കി ഏരിയിട്ടിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ ചേമ്പ് നടുകയാണെങ്കിൽ ആ ചേമ്പിന് നന്നായിട്ട് കിഴങ്ങുകൾ മുള പൊട്ടി വരും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാണ്. ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആ പല്ല് പോലുള്ള അത്തരം ടൂൾസ് കൊണ്ടൊക്കെ ചേമ്പ് മഞ്ഞളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പറിച്ചെടുക്കാൻ കഴിയും. കാരണം നമ്മൾ ഏരി ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചതായിരുന്നു. പക്ഷേ ഇത് ചേമ്പ് ഇപ്പം പറിച്ചെടുക്കണ ഈ മുരടിൽ അതിൽ ആ 2ാമത്തെ മുരടിനൊക്കെ കണ്ടോ, വിത്തുകൾ കുറവാണ്. അപ്പോൾ നമ്മൾ ആ ചെടി കണ്ട രൂപം ഒക്കെ വെച്ച് നോക്കുമ്പോൾ, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചേമ്പിൻ്റെ ചെടി നമ്മൾ കാണിച്ചിരുന്നല്ലോ, ആ രൂപമൊക്കെ അത് തഴച്ച് വളർന്നതൊക്കെ കണ്ട് നോക്കുമ്പോൾ നമുക്ക് കിഴങ്ങ് കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ആദ്യത്തെ ചേമ്പ് കൃഷിയാണ്, നമ്മളെ തളർത്തിയിട്ടില്ല. ഒരു ഭേദപ്പെട്ട രീതിയിലുള്ള കിഴങ്ങ് ഒക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാക്കി എടുക്കണുള്ളൂ. അത് കുറേ നമ്മൾ അവിടുന്ന് തന്നെ കൃഷിഭൂമിയിൽ നിന്ന് തന്നെ മണ്ണ് കളഞ്ഞ്, അത്യാവശ്യം മണ്ണൊക്കെ അവിടുന്ന് തന്നെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതൊക്കെ നമ്മൾ വിത്ത് ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടേ മുരടുമെന്ന് പൊട്ടിച്ച് കുറേയൊക്കെ മണ്ണ് അവിടുന്ന് തന്നെ കളയാനാണ് ശ്രമിച്ചത്. പക്ഷെ എല്ലാം അവിടെ ഇരുന്ന് കളയുക എന്നുള്ളതൊരു പ്രായോഗികമല്ല. കാരണം നമ്മൾ മോർണിംഗിൽ ഒരു 1.5-2 മണിക്കൂർ മാത്രമാണ് നമ്മൾ കൃഷിയിടത്തിൽ സമയം ചിലവഴിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു വിളവെടുപ്പ് ചിലപ്പോൾ 3-4 ദിവസമൊക്കെ ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ അതേപോലെ കണ്ടോ, ഈ വീഡിയോയിൽ കണ്ട പോലെ ഇതൊക്കെ നമ്മൾ പറിച്ചിട്ടാണ്. അത് തലേ ദിവസം രാവിലെ പറിച്ചിട്ടതാണ്. ഇങ്ങനെ മുരട് അവിടെ പറിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് നേരാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഒരു ചാക്കിലാക്കി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ നമ്മളെ വീട്ടുകാരൊക്കെ കൂടി ഇരുന്ന് ശരിയാക്കി വളരെ വൃത്തിയായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് ഫുള്ള് പറിച്ചിട്ടില്ല. ഒരു 2 ദിവസമായിട്ട് പറിച്ചതിൻ്റെ വിത്തുകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വിത്തൊക്കെ തന്നെയാണ്. ഈ കർഷകരായിട്ടുള്ള ചേമ്പ് കൃഷി ചെയ്യുന്ന ആളുകൾ അവരഭിപ്രായം നമ്മളെ വീഡിയോ കണ്ട ഒന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. ചെറിയ വിത്തുകളൊക്കെ ഇതേപോലെ നമ്മൾ കൊട്ടയിലാക്കി നമ്മളിപ്പോൾ തൽക്കാലം നമ്മളെ കൃഷി സ്ഥലത്ത് തന്നെ അവിടെ കൊടുന്ന് സ്റ്റോക്ക് ചെയ്യണം. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസം കഴിഞ്ഞു. അതിൻ്റെ ആ പച്ച മണ്ണൊക്കെ വലിഞ്ഞു കഴിഞ്ഞു. പച്ച മണ്ണ് വലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്തു, ഇങ്ങനെ അത് കുറച്ചൊക്കെ വേറെടുത്തി വലിയ മുരടുകൾ അങ്ങനെ കുറേയൊക്കെ ചാക്കിലാക്കി. ഏകദേശം ചാക്കിലാക്കലതിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കണം.
അവസാനം വേറിട്ട് കിടക്കുന്ന വിത്തുകളാണ് ഇപ്പോൾ ഈ പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 ചാക്ക് ആവറേജ് നമ്മൾ തലയിൽ വെക്കുമ്പോൾ നമുക്കൊരു 30 കിലോനൊക്കെ തോന്നിക്കുന്നുണ്ട്, 30-35 കിലോനൊക്കെ തോന്നിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് ചെയ്യുന്ന കൃഷിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന, നമുക്ക് സംതൃപ്തി തരുന്ന കായ്ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ വരണം. മറ്റൊരു കിടിലം വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.